ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC ബുള്ളറ്റിനിൽ വന്ന സമകാലിക ക്വസ്റ്റ്യൻസ് ആണ്. ജൂലൈ 2ാം ലക്കത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് പ്രമുഖ ന്യൂറോളജിസ്റ്റും എഴുത്തുകാരനുമായ ഡോക്ടർ ഷാജി പ്രഭാകറിന്. ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് ലഭിച്ചതാർക്കാം? അത് ഡോക്ടർ ഷാജി പ്രഭാകറിനാണ്. അദ്ദേഹം പ്രമുഖ ന്യൂറോളജിസ്റ്റും എഴുത്തുകാരനുമാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് ലഭിച്ചത് ഡോക്ടർ ഷാജി പ്രഭാകറിന്. ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശശി തരൂർ എംപിക്ക്. ശശി തരൂർ എംപിക്കാണ് ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ വൈ ഐ ആം ഹിന്ദു, ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്നീ പുസ്തകങ്ങൾക്ക്. ശശി തരൂറിൻ്റെ വൈ ഐ ആം ഹിന്ദു, ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്നീ പുസ്തകങ്ങൾക്കാണ് ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം ഒമാൻ. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാണ് ഒമാൻ. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ന്യൂഡൽഹിയാണ് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൻ്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത്. ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൻ്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൻ്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. ഒന്നാം സ്ഥാനത്തെത്തിയത് സ്വീഡനാണ്. ഒന്നാം സ്ഥാനത്തെത്തിയതാരാ? സ്വീഡനാണ്. ഇന്ത്യയുടെ സ്ഥാനം 71. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം സ്വീഡനും ഇന്ത്യയുടെ സ്ഥാനം 71. ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനാണ് ഒന്നാം സ്ഥാനത്ത്. കോപ്പൻഹേഗനാണ് ഒന്നാം സ്ഥാനത്ത്. ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കോപ്പൻഹേഗനാണ്. അത് ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമാണ്. ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. ഏതിൽ? ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം. മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിളാണ് ഹരിതവാഹിനി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകിയതാണ് ഹരിതവാഹിനി. അത് ആരാ നൽകിയത്? തിരുവനന്തപുരം കോർപ്പറേഷനാണ് നൽകിയത്. ട്രൈ സൈക്കിൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിളാണ് ഹരിതവാഹിനി. മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക്. ഓക്കെ, എന്താ? മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിളാണ് ഹരിതവാഹിനി. ഹരിതവാഹിനി വരും PSC പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിൻ്റെ ഇഗ സ്വിയാടെക്കിന്. പോളണ്ടിൻ്റെ ഇഗ സ്വിയാടെക്കാണ് വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. ഫൈനലിൽ അമേരിക്കയുടെ അമൻഡ അനിസിമോവയെ 6-0 ഇവർ പരാജയപ്പെടുത്തിയത്. എന്താ? വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയതാരാ? അത് ഇഗ സ്വിയാടെക്കാണ്. അവർ പോളണ്ടുകാരിയാണ്. അവർ അമേരിക്കയുടെ അമൻഡ അനിസിമോവയെയാണ് പരാജയപ്പെടുത്തിയത്. ഇനി വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാ? അത് ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. ഇറ്റലിയുടെ യാനിക് സിന്നറാണ് വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. അദ്ദേഹം ഫൈനലിൽ സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിനെയാണ് പരാജയപ്പെടുത്തിയത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിന്നർ, ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. അദ്ദേഹം പരാജയപ്പെടുത്തിയത് സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിനെയാണ്. അനിമേഷ് കുജൂർ ആണ് ഇന്ത്യയിലെ അതിവേഗ ഓട്ടക്കാരൻ. ഇന്ത്യയിലെ അതിവേഗ ഓട്ടക്കാരനായിട്ട് പറയുന്നത് അനിമേഷ് കുജൂറിനെയാണ്. അനിമേഷ് കുജൂറിനെയാണ് ഇന്ത്യയിലെ അതിവേഗ ഓട്ടക്കാരനായിട്ട് പറയുന്നത്. സഞ്ജോഗ് ഗുപ്ത ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ CEO ആയി നിയമിതനായി. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ CEO ആയിട്ട് നിയമിതനായതാരാ? അത് സഞ്ജോഗ് ഗുപ്തയാണ്. സഞ്ജോഗ് ഗുപ്തയാണ്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ അഥവാ എയ്മയുടെ അക്ഷരമുദ്ര പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. ഇത് നമ്മൾ കഴിഞ്ഞ
PSC ബുള്ളറ്റിൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ അഥവാ എയിമയുടെ അക്ഷരമുദ്ര പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ഇത് ഉറപ്പായിട്ടും വരുന്ന PSC പരീക്ഷകളിൽ നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അഥവാ എയിമയുടെ അക്ഷരമുദ്ര പുരസ്കാരം ലഭിച്ചതാർക്കാ? ശ്രീകുമാരൻ തമ്പിക്ക്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ മാനേജിംഗ് ഡയറക്ടറും CEO-യുമായി മലയാളിയായ പ്രിയ നായർ നിയമിതയായി. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ മാനേജിംഗ് ഡയറക്ടറും CEO-യുമായി നിയമിതയായ മലയാളിയാണ് പ്രിയ നായർ. നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിതയാണ് ലഫ്റ്റനൻറ്റ് ആസ്ത പുനിയയാണ് നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിത. ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ1. റെയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ1. ഷാങ്ഹായ് സഹകരണ സംഘടനാ യോഗം ചൈനയിൽ നടന്നു. ഷാങ്ഹായ് സഹകരണ സംഘടന SCOയുടെ യോഗം ചൈനയിൽ നടന്നു. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയം. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായിട്ട് പറയുന്നത് കോട്ടയത്തിനെയാണ്. ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡേറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡേറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ് എന്ത് വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡേറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത്. തെലങ്കാനയിലെ നിസാമാബാദിലാണ് നാഷണൽ ടെർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തെലങ്കാനയിലെ നിസാമാബാദിലാണ് നാഷണൽ ടെർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നാഷണൽ ടെർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? അത് നിസാമാബാദിലാണ്. നിസാമാബാദ് എവിടെയാണ്? തെലങ്കാനയിലാണ്. തെലങ്കാനയിൽ. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ നൈറ്റ് ഹാമർ. ഇതും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ PSC ബുള്ളറ്റിനിലും ഇതുണ്ടായിരുന്നു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയാണ് ഓപ്പറേഷൻ നൈറ്റ് ഹാമർ. ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി ബോങ് ജുൻ-ഹോ സംവിധാനം ചെയ്ത പാരസൈറ്റ് എന്ന കൊറിയൻ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. പാരസൈറ്റ് എന്ന് പറയുന്നത് ഒരു കൊറിയൻ ചിത്രമാണ്. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ബോങ് ജുൻ-ഹോയാണ് സംവിധാനം ചെയ്തത് പാരസൈറ്റ്. അത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാരസൈറ്റ് എന്ന കൊറിയൻ ചിത്രമാണ്. ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത്. എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത്? അത് ഗുജറാത്തിലെ ആനന്ദിൽ. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർപ്പപാഠം. ഇതും വരുന്ന PSC പരീക്ഷകളിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർപ്പപാഠം. ഓർത്തിരിക്കേണ്ടത് വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സർപ്പപാഠം പദ്ധതി. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന AI സംവിധാനമാണ് ശുചിത്വ ഐ. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന AI സംവിധാനമാണ് ശുചിത്വ ഐ. അടുത്ത ചോദ്യം. 2026 ജൂണിൽ റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിൽ ബഹിരാകാശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളിയാണ് അനിൽ മേനോൻ. 2026 ജൂണിൽ റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിൽ ബഹിരാകാശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളിയാണ് അനിൽ മേനോൻ. തായ്ലൻഡ് ആണ് 24ാമത്തെ അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായത്. 24ാമത് അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? അത് തായ്ലൻഡാണ്. നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലായ INS തമാൽ കമ്മീഷൻ ചെയ്തു. കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസ് നേടിയത്
ഡോക്ടർ ദിവ്യ കണ്ണൻ്റെ കണ്ടസ്റ്റഡ് ചൈൽഡ് ഫുഡ്സ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിന് കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസ് ലഭിച്ചത് ഡോക്ടർ ദിവ്യ കണ്ണൻ്റെ കണ്ടസ്റ്റഡ് ചൈൽഡ് ഫുഡ്സ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിന്. ഡീപ്പ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാൻ വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവരുന്ന ആദ്യ രാജ്യമാണ് ഡെൻമാർക്ക്. ഡീപ്പ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാനായി വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവരുന്ന ആദ്യ രാജ്യമാണ് ഡെൻമാർക്ക്. പകർപ്പവകാശം, വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവരുന്ന ആദ്യ രാജ്യമാണ് ഡെൻമാർക്ക്. സംസ്ഥാനത്തെ ആദ്യ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് നെടുവത്തൂരിൽ പ്രവർത്തനം തുടങ്ങി. വിദേശങ്ങളിൽ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായി മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ ആരംഭിച്ചത് നോർക്കയാണ്. വിദേശങ്ങളിൽ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായി മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ ആരംഭിച്ചത് നോർക്ക. തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന അസ്ത്ര മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന അസ്ത്ര മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഉൽക്കാപഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഉൽക്കാപഠന നേതൃസമിതിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ. കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ചത് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ചതാരാ? അത് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. രാജ്യത്തെ 1ാം നമ്പർ ദേശീയോദ്യാനമായി ഇരവികുളം ദേശീയോദ്യാനവും ജമ്മു കാശ്മീരിലെ ഡച്ചിഗം ദേശീയോദ്യാനവും. രാജ്യത്തെ 1ാം നമ്പർ ദേശീയോദ്യാനമായി ഇരവികുളം ദേശീയോദ്യാനവും ജമ്മു കാശ്മീരിലെ ഡച്ചിഗം ദേശീയോദ്യാനവും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇരവികുളം ദേശീയോദ്യാനവും ജമ്മു കാശ്മീരിലെ ഡച്ചിഗം ദേശീയോദ്യാനവും തിരഞ്ഞെടുക്കപ്പെട്ടു. വരുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. കാരണം അതിൽ ഇരവികുളം ദേശീയോദ്യാനം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അടുത്തത് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡുകളെക്കുറിച്ചാണ് നമുക്ക് നോക്കാം. അതിൽ വിശിഷ്ടാംഗത്വം ലഭിച്ചത് KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനുമാണ്. വിശിഷ്ടാംഗത്വം ലഭിച്ചത് KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനുമാണ്. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച കവിതയ്ക്കുള്ള അവാർഡ് നേടിയത് അനിത തമ്പിയാണ്. അവരുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കൃതിക്ക്. മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന അനിത തമ്പിയുടെ കൃതിക്കാണ് മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. മികച്ച നോവലായി തിരഞ്ഞെടുത്തത് GR ഇന്ദുഗോപൻ്റെ ആനോ എന്ന നോവലാണ്. GR ഇന്ദുഗോപൻ്റെ ആനോ എന്ന നോവലാണ് മികച്ച നോവൽ. മികച്ച ചെറുകഥ V ഷിനിലാലിൻ്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. മികച്ച ചെറുകഥയായി V ഷിനിലാലിൻ്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കൃതി. മികച്ച നാടകം ശശിധരൻ നടുവിലിൻ്റെ പിത്തളശലഭം. മികച്ച നാടകം ശശിധരൻ നടുവിലിൻ്റെ പിത്തളശലഭം. മികച്ച സാഹിത്യ വിമർശനം G ദിലീപൻ്റെ രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന G ദിലീപൻ്റെ കൃതിക്കാണ് മികച്ച സാഹിത്യ വിമർശനത്തിനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച വൈജ്ഞാനിക സാഹിത്യമായി തിരഞ്ഞെടുത്തത് P ദീപകിൻ്റെ നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന P ദീപകിൻ്റെ കൃതിക്കാണ് വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥയായി തിരഞ്ഞെടുത്തത് ഡോക്ടർ K രാജശേഖരൻ നായരുടെ ഞാൻ എന്ന ഭാവത്തിനാണ്. മികച്ച യാത്രാവിവരണമായി തിരഞ്ഞെടുത്തത് KR അജയൻ്റെ ആരോഹണം ഹിമാലയം എന്ന കൃതിയാണ്. ആരോഹണം ഹിമാലയം എന്ന KR അജയൻ്റെ യാത്രാവിവരണത്തെയാണ് മികച്ച യാത്രാവിവരണമായി തിരഞ്ഞെടുത്തത്.
മികച്ച വിവർത്തനം ചിഞ്ചു പ്രകാശിൻ്റെ ജിയോകോണ്ട ബെല്ലി എൻ്റെ രാജ്യം എൻ്റെ ശരീരം എന്ന കൃതിക്കാണ്. ചിഞ്ചു പ്രകാശിനെയാണ് മികച്ച വിവർത്തനത്തിന് തിരഞ്ഞെടുത്തത്. മികച്ച ബാലസാഹിത്യം EN ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾ. EN ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾ. മികച്ച ഹാസ്യ സാഹിത്യം നിരഞ്ജൻ്റെ കേരളത്തിൻ്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്ന കൃതിക്കാണ്. മികച്ച ഹാസ്യ സാഹിത്യമായി തിരഞ്ഞെടുത്തത് നിരഞ്ജൻ്റെ കേരളത്തിൻ്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്ന കൃതിയെയാണ്. സിബി കുമാർ അവാർഡ് ലഭിച്ചത് M സ്വരാജിനാണ്. സിബി കുമാർ അവാർഡ് ലഭിച്ചത് M സ്വരാജിനാണ്. അദ്ദേഹത്തിൻ്റെ പൂക്കളുടെ പുസ്തകം എന്ന കൃതിക്ക്. കുറ്റിപ്പുഴ അവാർഡ് ലഭിച്ചത് ഡോക്ടർ SS ശ്രീകുമാറാണ്. അദ്ദേഹത്തിൻ്റെ മലയാള സാഹിത്യ വിമർശനത്തിലെ മാർക്സിയൻ സ്വാധീനം എന്ന കൃതിക്ക്. മലയാള സാഹിത്യ വിമർശനത്തിലെ മാർക്സിയൻ സ്വാധീനം എന്ന ഡോക്ടർ SS ശ്രീകുമാറിൻ്റെ കൃതിക്കാണ് കുറ്റിപ്പുഴ അവാർഡ് ലഭിച്ചത്. GN പിള്ള അവാർഡ് ലഭിച്ചത് 2 പേർക്കാണ്. ഡോക്ടർ KC സൗമ്യയ്ക്കും ഡോക്ടർ TS ശ്യാംകുമാറിനും. GN പിള്ള അവാർഡ് ലഭിച്ചത് ഡോക്ടർ KC സൗമ്യ, ഡോക്ടർ TS ശ്യാംകുമാർ. അടുത്തത് ഗീതാ ഹിരണ്യൻ അവാർഡ് ലഭിച്ചത് സലീം ഷെരീഫിനാണ്. ഗീതാ ഹിരണ്യൻ അവാർഡ് ലഭിച്ചത് സലീം ഷെരീഫിനാണ്. യുവകവിത അവാർഡ് ലഭിച്ചത് ദുർഗ പ്രസാദിനാണ്. അവരുടെ രാത്രിയിൽ അച്ചാങ്കര എന്ന കൃതിക്കാണ് യുവകവിത അവാർഡ് ലഭിച്ചത്. തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരത്തിൽ അവാർഡ് നേടിയത് ഡോക്ടർ KP പ്രസീതയാണ്. അവരുടെ എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയ്ക്ക്. യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യ വൈദ്യുത വിമാനമാണ് ബീറ്റ ടെക്നോളജീസിൻ്റെ അലിയ CX-300 ആണ് യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യ വൈദ്യുത വിമാനമാണ് ബീറ്റ ടെക്നോളജീസിൻ്റെ അലിയ CX-300. റവാഡ A ചന്ദ്രശേഖറാണ് സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി. സംസ്ഥാനത്തിൻ്റെ പുതിയ DGP ആയി വന്നത് റവാഡ A ചന്ദ്രശേഖറാണ്. പരാഗ് ജെയിനാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ മേധാവി. റോയുടെ പുതിയ മേധാവിയാണ് പരാഗ് ജെയിൻ. 2025 17ാം ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നു. 2025 17ാം ബ്രിക്സ് ഉച്ചകോടി നടന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ. നെതർലാൻഡ്സിലെ ഹേഗാണ് 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി നെതർലാൻഡ്സിലെ ഹേഗ്. 2026 AI ഉച്ചകോടി ഇന്ത്യയിൽ നടക്കും. 2026 AI ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? അത് ഇന്ത്യയിലാണ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ 2025 വാർഷിക സമ്മേളനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ 2025 വാർഷിക സമ്മേളനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്നു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദിലീപ് ദോഷി അന്തരിച്ചു. കങ്കണ റണാവത്താണ് ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഇത് കങ്കണ റണാവത്താണ്. വിരാജ് എന്ന ആനയാണ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം. ഉസ്ബെക് ചെസ് കപ്പ് മാസ്റ്റേഴ്സിൽ ഇന്ത്യയുടെ R പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം. ഇത് കഴിഞ്ഞ PSC ബുള്ളറ്റിനിലും ഉണ്ടായിരുന്നു. ഉസ്ബെക് ചെസ് കപ്പ് മാസ്റ്റേഴ്സിൽ ഇന്ത്യയുടെ R പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സ്മൃതി മന്ദാന. പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് ലോക 1-ാം നമ്പർ സ്ഥാനം. ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക് US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിൻ്റൺ കിരീടം. US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിൻ്റൺ കിരീടം.
ചൈനയിലാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യ ഫുട്ബോൾ മത്സരം നടന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യ ഫുട്ബോൾ മത്സരം നടന്നത് എവിടെയാണ്? അത് ചൈനയിലാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. ശുഭ്മാൻ ഗില്ലാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ. ഗ്രാൻഡ് പ്രീ ചെസ് ടൂറിലെ റാപ്പിഡ് വിഭാഗത്തിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷിന് കിരീടം. ഗ്രാൻഡ് പ്രീ ചെസ് ടൂറിലെ റാപ്പിഡ് വിഭാഗത്തിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷിനാണ് കിരീടം. അണ്ടർ 21 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇംഗ്ലണ്ട്. അണ്ടർ 21 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇംഗ്ലണ്ട്. അണ്ടർ 19 യൂത്ത് ഏകദിന ക്രിക്കറ്റിൽ വേഗമേറിയ സെഞ്ചുറി നേടുന്ന താരമായി ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശി യൂത്ത് ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും വൈഭവ് സൂര്യവംശിക്കാണ്. അണ്ടർ 19 യൂത്ത് ഏകദിന ക്രിക്കറ്റിൽ വേഗമേറിയ സെഞ്ചുറി നേടുന്ന താരമാണ് ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശി. ഇന്ത്യക്കായി ഒരു ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് എടുത്ത ആദ്യ താരമാണ് ശുഭ്മാൻ ഗിൽ. 430 റൺസ്. ഇന്ത്യക്കായി ഒരു ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് എടുത്ത ആദ്യ താരമാണ് ശുഭ്മാൻ ഗിൽ. ശുഭ്മാൻ ഗിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ PSC ബുള്ളറ്റിൻ, ജൂലൈ 2ാം ലക്കം PSC ബുള്ളറ്റിനിൽ സമകാലിക ഭാഗത്ത് ഉണ്ടായത്. അപ്പോൾ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരും PSC എക്സാമുകളിൽ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു തവണയെങ്കിലും നമ്മൾ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ കേട്ട് നോക്കുക, കേട്ട് പഠിക്കുക. അപ്പോൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. വീഡിയോക്ക് കൂടുതൽ വ്യൂവേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ടൈപ്പ് ചെയ്തിട്ടൊന്നും ഇത്തവണ തയ്യാറാക്കാതിരുന്നത്. കുറേ കൂടി ടൈപ്പ് ചെയ്ത് ചെയ്യുന്നതാണ് കുറേ കൂടി നല്ലത്. പക്ഷേ അതിന് ഒരുപാട് ടൈം ആവശ്യമാണ്. ഇത്രയും കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ടൈം ആവശ്യമുള്ള കാര്യമാണ്. എന്നാൽ അതിന് മാത്രം വ്യൂവേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ലാതാനും. അപ്പോൾ നമ്മൾ മെനക്കെടുന്നതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു മുഷിപ്പ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതാണ് ഇത്തവണ ടൈപ്പ് ചെയ്യാതെ ചെയ്തത്. നോക്കാം, നമുക്ക് കൂടുതൽ വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരുന്ന PSC ബുള്ളറ്റിനും നമുക്ക് ടൈപ്പ് ചെയ്ത് ചെയ്യാം. അല്ല ഇതുമായിട്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല, ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാം. കണ്ടന്റ് ഉണ്ട്, പക്ഷേ കുറേ കൂടി കാണുമ്പോൾ ടൈപ്പ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറേ കൂടി നല്ലതെന്ന് തോന്നുന്നു. നോക്കാം, വരും ക്ലാസ്സുകളിൽ നമുക്ക് ശ്രമിക്കാം. നന്നായി പഠിക്കുക. പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് സർവീസിൽ കയറാൻ പറ്റട്ടെ. താങ്ക് യു.